ഇപ്പൊ ഈ ഡൽഹിയുടെ ചരിത്രം നമ്മളിങ്ങനെ നോക്കിയാൽ അത് ഈ പൗരാണിക മിത്തുകളിലൊക്കെ വരുന്ന ഇന്ദ്രപ്രസ്ഥ മുതൽ ഈ ഏഴ് സിറ്റീസ് എന്ന് പറയും. അങ്ങനെ അവിടുന്ന് ഈ ന്യൂഡൽഹി വരെയുള്ള ഒരു പ്രയാണം, അത് ഒരുപാട് കഥകളും അതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങളും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ ആ ഡൽഹിയുമായി ബന്ധപ്പെട്ട ആര് ഗസ്റ്റ് ഉപ്പിലേക്ക് വരുമ്പോഴും നമ്മൾ ഓരോടെ ഡൽഹിയെ കുറിച്ച് ചോദിക്കും. ഇപ്പം ഡൽഹിയെ കുറിച്ച് മാത്രം ഒരു എപ്പിസോഡ് ആയതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഡൽഹി അനുഭവങ്ങളും അതോടൊപ്പം ഡൽഹിയെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രത്തിലൂടെ എങ്ങനെ വായിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ. ദില്ലിയുടെ ചരിത്രത്തിൽ പിന്നെ നമ്മൾ മെഹ്റോളി മുതലാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. മെഹ്റോളി എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൂഫി ഖാജ കുത്തുബ് ബക്തിയാർ കാക്കി അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മേഖല അല്ലെങ്കിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്ത സ്ഥലമാണ് മെഹ്റോളി. അപ്പോൾ ആ മെഹ്റോളി പ്രദേശം പിന്നെ അവിടെ നിന്ന് വന്നു. അവിടെ ഒരു പിന്നെ ഒരു വലിയൊരു കോംപ്ലക്സ് ഉണ്ട്, മെഹ്റോളി ആർക്കിയോളജി കോംപ്ലക്സ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആളുകളൊക്കെ അധികം സന്ദർശിക്കാത്തൊരു സ്ഥലമാണത്. എല്ലാവരും കുത്തുമിനാർ കണ്ടു പോകും, പക്ഷെ ആ ഭാഗം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുകയാണെങ്കിൽ ഒരുപാട് മോണമെന്റ്സ് നമുക്കവിടെ കാണാൻ കഴിയും. അതാണ് ആദ്യത്തെ സിറ്റി എന്ന് പറയുന്നത്. ശരിക്കും 7 cities ആണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ദില്ലി ഒരു നഗരമാണ്, ആ നഗരത്തിൽ പിന്നെ ഒരു 7 നഗരം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ശരിക്കും ഇതൊക്കെ വേൾഡ് സിറ്റിയാണ്. ഇതൊക്കെ എന്താ പറയുക, ഈ വലിയ വലിയ മതിലുകെട്ടുകൾക്കുള്ളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിറ്റികളാണ്. ഓരോ ഭരണാധികാരികൾ, ഓരോ ഡൈനാസ്റ്റികൾ വരുമ്പോഴും അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടേതായ രൂപത്തിലേക്ക് ആ സിറ്റിയുടെ ഓരോ ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ അവർക്ക് പ്രത്യേകമായ ഒരു വേൾഡ് സിറ്റി അവർ നിർമ്മിക്കും. അങ്ങനെ നിർമ്മിച്ച ഇപ്പം മെഹ്റോളി, അതിനുശേഷം വരുന്നതാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ നഗരം, സീരി നഗരം. സീരി നഗരം തലയോട്ടി നഗരം എന്നാണ് അറിയപ്പെടുന്നത്. അത് മറ്റൊരു രീതി പറയുമ്പോൾ ആരാലും പിന്നെ ഇതുവരെയും പിടിച്ചടക്കാൻ കഴിയാത്ത നഗരം. അതാണ് ആ പേര് ശരിക്കും പറഞ്ഞാൽ സീരി നഗരത്തെക്കുറിച്ച് പറയുന്നത്. സീരി എന്ന് പറയുക സർ എന്ന് പറഞ്ഞ തല എന്നാണ്, തലയോട്ടി. ഇപ്പം സീരി എന്ന് പറയാൻ കാരണം മംഗോളുകൾ പിന്നെ എപ്പോഴും അലാവുദ്ദീൻ ഖിൽജിയായിട്ട് യുദ്ധം ചെയ്തിരുന്നു. മംഗോളുകൾ വരുന്ന സമയം, അതായത് ഗിയാസുദ്ദീൻ ബാൽബന് ശേഷം പിന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഏറ്റവും കൂടുതൽ പിന്നെ അറ്റാക്കുകൾ നടന്നത് അലാവുദ്ദീൻ ഖിൽജി ആയിട്ടാണ്, മംഗോളുകൾ. അപ്പോൾ ഇത് മനസ്സിലാക്കിയ അലാവുദ്ദീൻ ഖിൽജി ചെയ്തത് അദ്ദേഹം എവിടെയാണോ ഭരണം നടത്തിയിരുന്നത് ആ ഭാഗമൊക്കെ കുറെ കൂടിയും അടച്ചുറപ്പുള്ള മതിൽ കെട്ടുകൾ കൊണ്ട് പ്രതിരോധിക്കുക ചെയ്ത. എന്നിട്ട് അദ്ദേഹം ചെയ്തത് ഈ കുറേ ആളുകളെ, കുറേ മംഗോളുകളെ അദ്ദേഹം പിടിക്കുന്നുണ്ട്. ഈ പിടിച്ച ആളുകളെയൊക്കെ പിന്നെ കൊന്നു കളഞ്ഞിട്ട് അവരുടെയൊക്കെ ശിരസ്സുകൾ ഈ മതിലിന്റെ മുകളിൽ ഇങ്ങനെ മറ്റുള്ളവർ കാണുകയെ വെക്കും, തൂക്കിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഇനി അങ്ങനെ വരുന്നവർക്കൊരു പാഠമാണ് അതൊക്കെ. അപ്പോൾ മംഗോളുകളുമായിട്ട് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തൊരു വ്യക്തിയാണ് പിന്നെ അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ആ മംഗോളുകളുടെ പിന്നെ തലകൾ ഇങ്ങനെ വെച്ചത് കൊണ്ട് ആ പേര് ഈ തലയോട്ടി നഗരം സീരി എന്നുള്ള രൂപത്തിലേക്ക് ചരിത്രങ്ങളിൽ വായിക്കപ്പെടാൻ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗത്ത് പോയപ്പോ ഈ ചോർബാഗ് എന്നുള്ള സ്ഥലം, ഞാൻ ഈ ദില്ലി നാമ പുസ്തകം വായിച്ചപ്പോ ഇത് ഞാൻ നിങ്ങളുടെ ഒരു സ്റ്റോറി പറയാം. അത് ഞാൻ പണ്ടാണ് ദില്ലി നാമ വായിക്കുന്നത്. കുറച്ച് ഡൽഹിയൊക്കെ കാണുന്നതിന് മുമ്പ് ഡൽഹിയെ ഇങ്ങനെ ഫാന്റസൈസ് ചെയ്യുന്ന ഒരു സമയത്ത്, ഡൽഹി എനിക്ക് അവിടെ പോകണം എന്നുണ്ട്, കുറെ അവിടെ ജീവിക്കണം എന്നൊക്കെ ഉണ്ട് ആ ഒരു സമയം. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഡൽഹി കഥകൾ വായിക്കുന്നത്, ദില്ലി നാമ വായിക്കുന്നത്. അപ്പോൾ ദില്ലി നാമൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതൊരു ടൂർ ഗൈഡ് പോലത്തെ ഒരു പുസ്തകമാണ്. ലൈക്ക് നമ്മളെങ്ങനെ പോയി ഇങ്ങനെ കണ്ട് വായിക്കേണ്ട, ആ പുസ്തകമായിട്ട് യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലം, അങ്ങനത്തെ ഒരു ടൈപ്പ് പുസ്തകമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതൊന്നും. അപ്പോൾ ഞാൻ മെഹ്റോളി മുതൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഇരുന്ന് വായിക്കുമ്പോൾ ഞാൻ അതിലിങ്ങനെ ഈ മെഹ്റോളിയിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ എനിക്കിത് കാണാൻ വഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലാപ്പ് എടുത്തിട്ട് ഗൂഗിൾ മാപ്സ് ഓൺ ആക്കും. എന്നിട്ട് എൻ്റെ ഒരു പണി എന്താ വെച്ചാൽ ഇതിൽ പറയുന്ന ഓരോ സ്ഥലങ്ങളും വെറുതെ ടൈപ്പ് ചെയ്ത് നോക്കും. എന്നിട്ട് സ്ട്രീറ്റ് വ്യൂവിൽ പോയി നോക്കും, ആ പറയുന്ന സ്ഥലങ്ങളും ആ മോണ്യുമെന്റ്സ് ഒക്കെ ഇങ്ങനെ കാണും. ഓക്കെ ഇതാണല്ലേ സ്ഥലം. അപ്പോൾ ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, ഇനി ഭാവിയിൽ പോയി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവണമല്ലോ, ഞാൻ മറന്നു പോകരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ആ സ്ഥലങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കും. എൻ്റെ ഗൂഗിൾ മാപ്സിലൊരു ഫോൾഡർ ഉണ്ട്, ദില്ലി നാമ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ദില്ലി ഇതുകൊണ്ട് വന്നാണോ? അതിൽ വന്നതാണ്. ശരിക്കും ഞാൻ ഈ പേരിടാൻ തന്നെ കാരണം ഇങ്ങനൊരു ബുക്ക് എനിക്ക് തോന്നണത് ആ പേരിൽ ആദ്യമായിട്ടായിരിക്കും. കാരണം ഇതൊക്കെ ശരി പേർഷ്യൻ ടച്ചുള്ള പേരുകളാണ്. നാമ ചേർത്ത് വരുന്നത് ഷാനാമ, ഷാജഹാൻ നാമ, ഹുമയൂൺ നാമ, ഇതൊക്കെ അവരുടെ ബയോഗ്രഫിയാണ്. ഇതിപ്പോ ഞാൻ ഡൽഹിയിൽ താമസിച്ച സമയത്ത് ഞാൻ എഴുതിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേര് ഇട്ടത്. അപ്പൊ ഇതിൽ ഈ ദില്ലി നാമ ഫോൾഡറിൽ
എനിക്കിനി ഭാവിയിൽ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് കാണണമല്ലോ. അപ്പൊ കാണുമ്പോൾ എനിക്ക് ആ ഹിസ്റ്ററി മനസ്സിലാവണമല്ലോ. അപ്പൊ ഞാൻ ഈ എഴുതിയ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, ഗൂഗിളിലെടുത്ത് അത് കോപ്പി ചെയ്തിട്ട് ഞാൻ ആ സ്ഥലത്തിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കും. ഞാൻ എന്നിട്ട് എനിക്ക് ഇപ്പൊ ലാസ്റ്റ് ഞാൻ അവിടെ ഉണ്ടായ സമയത്ത്, ഡൽഹി ഉണ്ടായ സമയത്ത് ഞാൻ ഓസ്കാസിന്റെ അടുത്ത് പോയപ്പോഴാണ് ഈ ചോർബാഗ് ആ ഭാഗത്താണല്ലോ ഈ സീരി ഫോർട്ട് ഒക്കെ ഉള്ളത്, ആ ഭാഗത്താണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്ന്, അതായത് മെട്രോ സ്റ്റേഷനിൽ ഇങ്ങനെ കുറച്ച് നടക്കണം ഓസ്കാസ് ആ ഏരിയക്ക് എത്താൻ. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഇടയിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ പണ്ട് സേവ് ചെയ്ത് വെച്ച ഭാഗം ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഓക്കെ, ചോർബാഗ് എടുക്കുമ്പോഴാണ് അവിടെയാണ് ഈ പറയുന്ന കുറ്റവാളികളെ കൊണ്ടുവന്നിട്ട് കൊന്നിട്ട് അവരുടെ ശിരസുകൾ വെക്കുന്ന ഒരു, അതാണ് അവരുടെ പിന്നെ ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലമാണത്. അതൊരു പ്രദർശിപ്പിക്കപ്പെട്ട പിന്നെ ആളുകളുടെ മുമ്പിൽ പിന്നെ ശിക്ഷ നടപ്പാക്കിയതിന് ശേഷം അവരെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലമാണത്. അതുകൊണ്ടാണ് ചോർബാഗ് എന്ന് പറയുന്ന ഒരു പേര് തന്നെ വന്നത് അവിടെ. ഞാൻ അവിടെ എത്തിയപ്പോ അതിന്റെ ചുറ്റും റെസിഡൻസ് ഏരിയ ആണ്. അതിങ്ങനെ നടുവിൽ ഒരു റൗണ്ട് ബോട്ടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചോർബാഗ് ഇങ്ങനെ എടുക്കുന്നത്. അങ്ങനെ എന്തൊരു പ്രശാന്തമായ സ്ഥലമാണ്. അതൊക്കെ കുറെ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഡൽഹിയിലെ പല ഭാഗങ്ങളും അത്തരം ഓർണമെന്റ്സ് നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം കയ്യേറപ്പെടുകയോ തകർക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇതില് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഈ ദില്ലിയിലെ താജ്മഹൽ ഓഫീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ദില്ലിയിൽ താജ്മഹൽ ഉണ്ടോ? ഡൽഹിയിലോ? അല്ല, ആഗ്രയില്. ആഗ്രയിലെ താജ്മഹൽ വേറെ, ദില്ലിയിലൊരു താജ്മഹൽ ഉണ്ട്. ഏതാ? അതാണ് ഹുമയൂൺ ടോംബ്. അപ്പോ അങ്ങനെ പറയാൻ കാരണം രണ്ട് പിന്നെ മോണമെന്റ്സിന്റെയും സ്ട്രക്ചർ സെയിം ആണ്. മിനാരങ്ങൾ കുറവുണ്ടാവാം. ഇപ്പൊ താജ്മഹലിന് 4 മിനാരങ്ങളാണുള്ളത്, പക്ഷെ ഹുമയൂൺ ടോംബിന് 2 മിനാരങ്ങളാണുള്ളത്. പക്ഷെ ഇത് ഒറ്റ വ്യൂവിൽ നോക്കുമ്പോൾ ഒരേപോലെയാണ് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു മോണമെന്റ് ആണ് സഫ്ദർജംഗ് ടോംബ്. സഫ്ദർജംഗ് ടോംബും ഹുമയൂൺ ടോംബും താജ്മഹലും സ്ട്രക്ചറലി ഒരേപോലെയാണ്. നമ്മൾ പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ചെറിയ വ്യത്യാസം, ഈ മിനാരങ്ങളുള്ള വ്യത്യാസമുള്ളൂ. അതിന്റെ ബാക്കി അതിന്റെ ടോംബ് ഒക്കെ ആയാലും അതിന്റെ കുംഭഗോപുരം ആയാലും ഒക്കെ ഏകദേശം നമ്മൾ ദൂരെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു താജ്മഹൽ ഒരു മിനിയേച്ചർ രൂപമായിട്ടോ അല്ലെങ്കിൽ താജ്മഹൽ മറ്റേതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഇതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ദില്ലിയിലും താജ്മഹൽ ഉണ്ടെന്ന് പറയാം. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, എന്താണ് ഹുമയൂൺ ടോംബിന്റെ ചരിത്രം, ഇപ്പൊ എന്താണ് താജ്മഹലിന്റെ ചരിത്രം ആഫീസിന് അറിയോ? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. പിന്നെ ഷാജഹാന്റെ ഭാര്യക്ക് വേണ്ടിയിട്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. പക്ഷെ ഹുമയൂൺ ടോംബ് ഉണ്ടാക്കുന്നത് ഭാര്യക്ക് വേണ്ടിയിട്ടല്ല, ഭാര്യ മരണപ്പെട്ട ഹുമയൂണിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഷാജഹാൻ ഒന്ന് ഭർത്താവ് ഭാര്യക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഹുമയൂൺ ടോംബ് ഉണ്ടാക്കുന്നത് ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ടാണ്, ഹുമയൂണിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നാൽ സ്ട്രക്ചറലി നമുക്ക് കാണുമ്പോൾ ഒരേപോലെ ഫീൽ ചെയ്യുന്ന 2 മോണമെന്റ്സ്. എനിക്ക് താജ്മഹലിനെക്കാട്ടി എന്തോ ഹുമയൂൺ ടോംബാണ് ചെന്നിരിക്കാനും എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു ഹുമയൂൺ ടോംബിൽ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഒരു വല്ലാത്ത ഫീലുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അവിടെ കുറെ കൂടിയും ഒരു ശാന്തത നമുക്ക് ഫീൽ ചെയ്യും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ. നമ്മളിപ്പോ ഡൽഹിയുടെ 7 നഗരങ്ങളിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പം നമ്മള് സീരി നഗരം അലാവുദ്ദീൻ ഖിൽജിയുടെ നഗരമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒന്ന് പറയുന്നത് ജഹാൻപന, അതായത് പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ നഗരം. ഈ ജഹാൻപന എന്ന് പറയുന്ന നഗരത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരുപാട് പള്ളികൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മോണമെന്റ്സിനുള്ളിലും പള്ളികളുണ്ട്. അപ്പോൾ ജഹാൻപന പിന്നെ ലോകത്തിന്റെ അഭയകേന്ദ്രം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ലോകത്തിന്റെ അഭയകേന്ദ്രം ജഹാൻപന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വേൾഡ് സിറ്റിയാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ഈ പള്ളികളൊക്കെ പബ്ലിക്കിന് ആക്സസബിൾ ആണോ? ഈ ചില പള്ളികൾ ആർക്കിയോളജി വകുപ്പ് നേരിട്ട് നടത്തുന്ന വെച്ചാൽ ഇന്ന സമയം വരെ ഉള്ളൂ. അതായത് ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ സമയത്ത് ഇപ്പൊ ഈ ഫോർട്ടുകൾ, ഇപ്പൊ ഫിറോസ് ഷാ കോട്ട്ലയിൽ പോയപ്പോ അവിടെ ജാമി മസ്ജിദ് ഉണ്ടല്ലോ, അത് ഈ കോട്ടന്റെ ഉള്ളിലാണല്ലോ. അപ്പോ അത് ആ കോട്ടന്റെ ഉള്ളിലുള്ള ആളുകൾക്കുള്ള പള്ളിയാണോ അതോ മൊത്തത്തിൽ പബ്ലിക്കലി അന്ന് കൊടുത്തിട്ടുണ്ടാവണം? എനിക്കതിനെ കുറിച്ച് ആ ഒരു ചരിത്രത്തെ കുറിച്ചിട്ട് എവിടെ എഴുതപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ എന്റെ പഠനത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു പിന്നെ പബ്ലിക്കലി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും വലിയൊരു പള്ളി ഉണ്ടാക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം ഒരു ചെറിയ പള്ളിയല്ല ഓരോ മോണമെന്റിന്റെ ഉള്ളിലുള്ളത്. വിശാലം 1000ങ്ങളും 10000ങ്ങളും ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന അത്രയും പള്ളി ഒരു കോട്ടക്കകത്ത് നിർമ്മിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും
പിന്നെ പബ്ലിക്കിനെ കൂടിയും കണ്ടുകൊണ്ടായിരിക്കണം അത്രയും വലിയൊരു പള്ളി അവർ നിർമ്മിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല പല പള്ളികളോട് ചേർന്നിട്ട് ഈദ്ഗാഹുകൾ നമുക്ക് കാണാൻ കഴിയും. ചില മതിലിൻ്റെ തൊട്ട് ചേർന്ന് വലിയ ഈദ്ഗാഹുകൾ, വലിയ തുറസായ സ്ഥലങ്ങളുണ്ട് പല മോണമെന്റ്സിലും. അപ്പോൾ അതെല്ലാം തന്നെ ഒരിക്കലും രാജാക്കന്മാർക്ക് മാത്രമായിട്ട് നിർമ്മിക്കപ്പെട്ടതല്ല അതൊന്നും. അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ അതിനെല്ലാം കൃത്യമായിട്ട് പബ്ലിക്കലി എല്ലാവർക്കും വന്ന് കാണാനും നമസ്കരിക്കാനൊക്കെ ഉള്ള പിന്നെ പള്ളികളാണ്. പിന്നെ പിൽക്കാലത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തതിന് ശേഷം പല പള്ളികളിലേക്കും നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ചില പള്ളികളിൽ വെള്ളിയാഴ്ച മാത്രം പോകാൻ പറ്റുള്ളൂ. പിന്നെ ചില പള്ളികളിൽ മാത്രമാണ് 5 നേരം നമുക്ക് പോയി നമസ്കരിക്കാൻ പറ്റുന്ന പള്ളികളുള്ളത്. ജമാ മസ്ജിദൊക്കെ പോലെ ചില ഇപ്പോൾ ഈ നമ്മുടെ മെഹ്റോളിയിലുള്ള ആർക്കിയോളജി വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ പള്ളിയുണ്ട്, ഒരു ചെറിയ മദ്രസയൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഒരു മദ്രസ സംവിധാനമൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ പോയപ്പോൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ ആ പള്ളി മദ്രസ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. കാരണം അന്ന് അത് വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം തുറന്നു കൊടുക്കുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നത്. ഇതാണ് പിന്നെ ജഹാൻപന. അതിനെക്കുറിച്ച് വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പള്ളി, ബേഗംപൂരി പള്ളിയുണ്ട്, ബേഗംപൂർ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട്, ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പിന്നെ ആ ഒരു സമയത്തുള്ളത്. തുഗ്ലക്കാബാദ് കോട്ട ശരിക്കും പറഞ്ഞാൽ വിസ്മയമാണ്. ഞാൻ ഡൽഹിയിൽ വരുന്ന സമയത്ത് ഒരു നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്ന ഒരു കോട്ടയാണ് തുഗ്ലക്കാബാദ് കോട്ട. അതിൻ്റെ പ്രത്യേകിച്ച് 7 കിലോമീറ്റർ കോട്ട ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് ഡൽഹിയിൽ. അത്രയും വലിയൊരു കോട്ട ഡൽഹിയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലയെന്നേ പറയുള്ളൂ. അത്രയും, അതായത് ഒരു ബദർപൂർ റോട്ടിലാണത്, മെഹ്റോളി ബദർപൂർ റോട്ടിലാണ് അതിങ്ങനെ കിടക്കുന്നത്. അത് 7 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അത്ര വലുതാണ്, വലുതും നീളമുള്ളതുമായിട്ടൊരു ഇന്നുണ്ട്. അതായത് റോഡിന്റെ 2 വശങ്ങളിലാണ്. ഒന്ന് ടോംബ്, മക്ബറയൊക്കെ ഉള്ളൊരു ഭാഗമുണ്ട്, കോട്ട മാത്രമുള്ള ഭാഗമുണ്ട്. അപ്പം നമ്മൾ കോട്ട മാത്രമുള്ള ഭാഗത്തേക്ക് നമ്മൾ കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ കുളങ്ങൾ കാണാൻ കഴിയും, ജയിലറകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ പ്രത്യേകമായിട്ട് സൈനികർക്ക് പാർക്കാൻ പറ്റുന്ന കവാടങ്ങളുണ്ട്, അല്ലെങ്കിൽ റൂമുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ മക്ബറയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ കൂടി ഭംഗിയിലാണ് മക്ബറ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗിയാസുദ്ദീൻ്റെ മക്ബറ അവിടെ ഉണ്ട്. അത് വളരെ നല്ല രൂപത്തിൽ, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ താഴികക്കുടം കാണാൻ കഴിയും. ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ മക്ബറയുടെ കുംഭഗോപുരത്തിന് മുകളിൽ താഴികക്കുടമുണ്ട്. ഈ താഴികക്കുടം താമര ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ താമരയുടെ ഒരു ഇതിലാണ് താഴികക്കുടം എന്ന് പറയാം. അത് കുറേ കൂടിയും പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ട് നടപ്പാതയൊക്കെ അങ്ങോട്ടുണ്ട്. പക്ഷെ റോഡ് വന്നപ്പോൾ 2 ഭാഗമായി പോയി ഡൽഹിയിൽ. അതിന്റെ നടുക്കൂടിയാണ് റോഡ് പോയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ടോമും ഒരു ഭാഗത്ത് പിന്നെ വലിയ കോട്ടയാണുള്ളത്. അപ്പോൾ ഈ കോട്ടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കാണാൻ, എല്ലാം കുറേ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരിക്കുന്നു. കോട്ട പൂർണ്ണമായിട്ടും ആ സ്ട്രക്ചറിൽ പുറത്ത് നോക്കുമ്പോൾ കോട്ടയായിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ പലതും പൊളിഞ്ഞു പോയേക്കണ്. എവിടെയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വായിച്ച സാധനങ്ങൾ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന പിന്നെ കുളം മാത്രമുണ്ട്. ആ കുളത്തിലേക്ക് ഇറങ്ങുന്ന പടവുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏതൊക്കെ ഭാഗത്താണ് റൂമുകൾ ഉള്ളതെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കുറേയൊക്കെ പൊളിഞ്ഞു പോവുകയൊക്കെ തകർക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് പിന്നെ തുഗ്ലക്കാബാദിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 4ാമത്തെ നഗരം ജഹാൻപന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ 5ാമത്തെ നഗരം ജിന്ന് നഗരം നമ്മൾ പറഞ്ഞ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ നഗരമാണ്. അത് പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം ഒക്കെ ഉള്ള അവിടെയാണ്. നമുക്ക് നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ അനിൽ കുംബ്ലെ 10 വിക്കറ്റ് എടുത്ത സ്റ്റേഡിയമാണത് ഈ ഫിറോസ് ഷാ കോട്ട്ലയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇന്ന് ഒരു കുറെ ആരാധന പൂജകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ അത് തപ്പിയിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നു. ആനന്ദ് തനേജിന്റെ ഒരു പുസ്തകമുണ്ട്, ജിന്യോളജി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ പുസ്തകത്തില് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ പള്ളി, ഫിറോസ് ഷാ കോട്ടിലേക്കുള്ളിലുള്ള ഈ ജാമി മസ്ജിദ്. നമ്മൾ ആദ്യം അവിടെ പോയത് ഒരു സാധാരണ ദിവസമാണ്. അപ്പൊ അന്ന് അവിടെ കാര്യമായിട്ട് ബഹളങ്ങളൊന്നുമില്ല. അപ്പോഴാണ് പിന്നെയാണ് മനസ്സിലായത് ജാമി പള്ളിയിലെ വെള്ളിയാഴ്ച ശരിക്കും വ്യാഴാഴ്ചയാണ്. അത് അവിടെ അന്നാണ് മെയിൻ ഇവന്റ് നടക്കുന്നത്. അപ്പൊ അന്ന് നമ്മൾ പിന്നെ 2ാമത് അങ്ങോട്ടൊരു വ്യാഴാഴ്ച പോയി. നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്യണം, പള്ളിയെ കുറിച്ച് കുറച്ചും കൂടി അറിയണം എന്നുള്ള നിലക്ക് കുറെ വായിച്ചിട്ടൊക്കെയാണ് പിന്നെ പോകുന്നത്. അപ്പൊ നോക്കുമ്പോ അവിടെ ചെന്നുമ്പോ അലർച്ചകള്, കരച്ചില്, ഇങ്ങനെ തിരി തുറന്നിട്ടിട്ട്. അപ്പോഴാണ് ഓക്കെ, അതായത് ജിന്നുകളുടെ ഒരു പള്ളി, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി. അല്ല, അതിനു വേണ്ടി തന്നെ അവിടെ ആളുകൾ വരുന്നുണ്ട്. അതിനെ ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ കാണാനും
അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനും. അവിടെ എനിക്ക് തോന്നുന്നത് ആ പള്ളിയിൽ നമസ്കരിക്കാനുള്ള അനുവാദം ഉണ്ട്. ആ പള്ളിയിൽ എനിക്ക് തോന്നുന്നു സുബിഹിം ഇശാവും ഇല്ല. അത് അടച്ചു കഴിഞ്ഞാൽ കേട്ടില്ല. അല്ലാത്ത സമയങ്ങളിലൊക്കെ അവിടെ ആളുകൾക്ക് നമസ്കരിക്കാം. പക്ഷെ ആ പള്ളിക്ക് മേൽക്കൂരയില്ല. അതാണ് ഒരു തുറസായ സ്ഥലം മാത്രമുണ്ട്. പിന്നെ മിമ്പറിൽ നിൽക്കാനുള്ള ആ ഒരു മതിൽക്കെട്ട് മാത്രമേ ഉള്ളൂ. മുമ്പിലുള്ള ഒരു മതിലുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോ മുകളിലൊന്നുമില്ല. ഒരു പ്രത്യേക ആ പള്ളിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ആ പള്ളി പോലത്തെ ഒരു പള്ളിയാണ് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദിൽ തിമൂറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് 1300-കളിൽ ഡൽഹി ആക്രമിച്ച തിമൂറുകൾ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഡൽഹി മൊത്തം ആക്രമിച്ചു കഴിഞ്ഞു, തകർത്ത് തരിപ്പണമാക്കിയിട്ട് ശരിക്കും എല്ലാം ലൂട്ട് ചെയ്ത് പോകാനാണ് വന്നത്. പക്ഷെ ഈ പള്ളി അവരെ ഭയങ്കര അത്ഭുതപ്പെടുത്തി, ഈ പള്ളിയുടെ ഒരു ആർക്കിടെക്ചർ. അങ്ങനെ ഇവർ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും കുറെ കല്ലുകളും അല്ലെങ്കിൽ പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ ഇവർ അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു പള്ളി പണിത് സമർഖന്ദിൽ. ആ പള്ളിക്ക് അവരുടെ പേര് ബീബി ഖാനം എന്നാണ്. ഇന്ന് ആ പള്ളി കാണാൻ കഴിയും. ഉസ്ബെക്കിസ്ഥാനിൽ സമർഖന്ദിലാണ്. ആ പള്ളിയുടെ സ്ട്രക്ചറും ഈ ജാമി മസ്ജിദിന്റെ സ്ട്രക്ചറും ഒരേപോലെയാണ്. ജാമി മസ്ജിദ് തകർന്നു പോയി. പക്ഷെ അതിന്റെ പഴയ ഫോട്ടോയിലുള്ള അതേ പള്ളിയുടെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറെയൊക്കെ സിമിലർ ആയിട്ടുള്ള എലമെന്റുകൾ നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പോൾ ഫിറോഷ കോട്ട്ല അതിൽ ഈ പിന്നെ മദ്രസ സംവിധാനമൊക്കെ അതിലുണ്ട്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട അശോക സ്തൂപം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാലിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അശോക സ്തൂപം നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് കാണാൻ കഴിയും. പിന്നെ പിന്നെ നമ്മൾ അഞ്ചാമത്തെ നഗരമാണ് ഈ പറഞ്ഞാൽ. ആറാമത്തെ നഗരം പിന്നെ എന്താണ്, പുരാന കില്ലയാണ്. ഈ പുരാന കില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ സ്ഥലത്തിന്റെ പേരല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് പഴയ കോട്ട എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ സ്ഥലത്തിന് ഒരുപാട് പേരുണ്ട്. ദിൻപന എന്നുണ്ട്. പിന്നെ ഇന്ദ്രപ്രസ്ഥ എന്ന്, പഴയ ഇന്ദ്രപ്രസ്ഥ എന്നറിയപ്പെടുന്ന സ്ഥലം ഇതാണെന്നാണ് പറയാ. ദിൻപന, ഇന്ദ്രപ്രസ്ഥ. പിന്നെ പിൽക്കാലത്ത് വന്നാണ് പുരാന കില. ഇപ്പൊ എല്ലാവരും വിളിക്കുന്ന പുരാന കില എന്നാണ്. ശരിക്കും പറഞ്ഞാൽ 2 ഭരണാധികാരികളാണ് അവിടെ ഭരിച്ചിട്ടുള്ളത്. ഒന്ന് പിന്നെ ഹുമയൂണും പിന്നെ ഒന്ന് ഷേർഷയും. അപ്പൊ ഷേർഷാ സൂരി ഭരിക്കുന്ന സമയത്ത് പണിത പള്ളിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, ഈ പുരാന കിലയുടെ ഉള്ളിലുണ്ട്. ഹുമയൂൺ ഭരിച്ച സമയത്തുള്ള കുറച്ച് കാര്യങ്ങളും നമുക്കതിൽ കാണാൻ കഴിയും. കാരണം ഷേർഷാ സൂരിയാണ് ഹുമയൂണിനെ നാട് കടത്തുന്നത്. പിന്നീട് ഇറാനിൽ പോയിട്ട് ഇറാന്റെ അവിടെയുള്ള രാജാവിന്റെ സഹായത്തോടു കൂടിയാണ് വീണ്ടും ദില്ലിയിലേക്ക് പിന്നെ ഹുമയൂൺ വരുന്നത് 5 വർഷത്തിന് ശേഷം. അപ്പം ആ ഒരു ചരിത്രത്തിൽ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ വീണ്ടും കുറച്ച് നാൾ കൂടി ഹുമയൂൺ ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടെ ഷേർ മണ്ഡൽ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. അത് ഷേർഷാ സൂരി ഉണ്ടാക്കിയതാണ്. അതിന്റെ പിന്നെ മുകളിൽ നിന്നിട്ട് വീണിട്ടാണ് ഹുമയൂൺ മരണപ്പെടുന്നത്. അത് ഓൾറെഡി അതിലൊക്കെ അതിനെ കുറിച്ച് ചരിത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ ആറാമത്തെ ഷേർഷാ സൂരി അങ്ങനെ കാഴ്ച കാണാൻ വേണ്ടി ഉണ്ടാക്കിയൊരു മണ്ടാണത്, മണ്ഡപമാണത്. ഷേർ മണ്ഡൽ എന്നാണ് അതിനെ പറയാം. അതിപ്പോ അതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റൂല, ഇപ്പൊ ക്ലോസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചൊക്കെ മുമ്പ് അത് തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കുത്തുബ് ഉള്ളിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുന്ന പോലെ ഇവിടെയും കയറാൻ പറ്റുമായിരുന്നു. നമ്മൾ ജമാ മസ്ജിദിൽ പോയാലും അങ്ങനെ ചില സ്ഥലത്തുണ്ട് കയറാൻ പറ്റുന്ന, മുകളിലേക്ക് കയറാൻ പറ്റും. പക്ഷെ ഇപ്പോഴും അത് പിന്നെ അനുവദിക്കില്ല അവര്. സെക്യൂരിറ്റി പ്രശ്നം കൊണ്ടൊക്കെ, സേഫ്റ്റി പ്രശ്നം കൊണ്ടൊക്കെ അവർ അനുവദിക്കില്ല. പിന്നെ ലാസ്റ്റ് നഗരമാണ് ഷാജഹാനാബാദ്. ഷാജഹാനാബാദാണ് ശരിക്കും പറഞ്ഞാൽ ഡൽഹിയുടെ ഓൾഡ് സിറ്റി എന്ന് പറഞ്ഞാൽ. അതാണ് വേൾഡ് സിറ്റി. അതായത് പിന്നെ ഓൾഡ് സിറ്റിയാണ്, വേൾഡ് സിറ്റിയാണ്. ഏറ്റവും നല്ല ഒരു സ്ട്രക്ചറലി സംവിധാനിക്കപ്പെട്ട സിറ്റി ദില്ലിയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഷാജഹാനാബാദാണ്. ഷാജഹാൻ നിർമ്മിച്ചാണ്. ഇന്നത്തെ ഓൾഡ് ഡൽഹിയാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മോണമെന്റ്സ് ഉള്ളത്. ജമാ മസ്ജിദ് അവിടെയാണ്, റെഡ് ഫോർട്ട് അവിടെയാണ്. അല്ലാതെ മറ്റു ചില ചെറിയ ചെറിയ പള്ളികൾ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മദ്രസകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഷാജഹാന്റെ മൂത്ത പുത്രിയുടെ പേരാണ് ജഹനാര. ജഹനാരയാണ് അവിടെ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന, ഇപ്പം നമ്മളവിടെ പറയുന്ന മാർക്കറ്റുകളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഈ ജഹനാരയാണ് ഇവിടെ മാർക്കറ്റുകളുടെ ഡിസൈൻ ചെയ്തത്. അല്ലെങ്കിൽ ആ ഒരു പ്രദേശം പോയാലും ഭയങ്കര ക്ലീൻ, നമ്മൾ സ്ട്രക്ചേർഡ് ആണ്. റെഡ് ഫോർട്ടിൽ നിന്ന് ഇങ്ങനെ നേരെ റോഡാ വരിക. അത് ചന്ദ്രപ്രഭയിൽ മുങ്ങിയ പ്രദേശം എന്നാണ് ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പോൾ ഈ ജഹനാര എന്ന് പറയുന്നത് ഭയങ്കര ടാലന്റ് ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കപ്പലൊക്കെ
വിദേശത്തേക്ക് കപ്പലൊക്കെ കയറ്റി അയച്ച് പിന്നെ ലാഭം ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ ജഹനാര. കാരണം പിന്നെ കപ്പൽ മുതലാളി എന്നൊക്കെ പറയുന്ന പോലെ നല്ല ബിസിനസ് ചെയ്ത ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഷാജഹാൻ്റെ മകള്. മാത്രമല്ല ഭരണത്തിലും ഒരുപാട് കാര്യങ്ങൾ ഷാജഹാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ജഹനാര. ഇപ്പം ജഹനാര ടോംബ് നമുക്ക് കാണാൻ കഴിയും. എവിടെയെന്ന് അറിയാം, നമ്മുടെ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയിൽ ചെന്നാൽ അവിടെയാണ് ജഹനാര ടോംബ് ഉള്ളത്. പക്ഷെ ആളുകൾ പോകുമ്പോൾ അത് ആരും കാണാറില്ല. കാരണം അതിനേക്കാൾ വലിയ ഒരാൾ അവിടെ ഓൾറെഡി ഉണ്ട്. അമീർ ഖുസ്രുവിന്റെയും പിന്നെ ജഹനാരയുടെയും ടോംബ് നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയുടെ ഉള്ളിൽ തന്നെയാണ്. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇൻസ്ക്രിപ്ഷനൊക്കെ കാണാൻ കഴിയും. ദില്ലിനാമയിലുണ്ട്. നിങ്ങൾ അതിലൂടെ ഒന്ന് ആ മറ്റേ ഉന്തുവണ്ടിയിലൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദില്ലിയുടെ അകവും പുറമൊക്കെ കാണാൻ കഴിയാം. ഷാജഹാനാബാദ് ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഇപ്പോഴും ദില്ലിയുടെ ഭക്ഷണങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ കിട്ടുക. ദില്ലിയുടെ ഒരു ആത്മാവിനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവിടെയുള്ള റിക്ഷകളിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ മതി. അത് ചിലപ്പോൾ ന്യൂഡൽഹി പോയാൽ നിങ്ങൾക്ക് ആ ഫീല് കിട്ടില്ല. അത് ഓൾഡ് ഡൽഹി തന്നെ പോകണം. ആ ഓൾഡ് ഡൽഹി എന്ന് പറഞ്ഞ പ്രദേശം, പക്ഷേ ഇന്ന് നമ്മൾ ഓൾഡ് ഡൽഹി എന്ന് വിളിക്കുന്ന അന്നത്തെ കാലത്ത് ദില്ലിയുടെ ഗോൾഡൻ പിന്നെ പ്രദേശങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രദേശങ്ങളായിട്ട് വിലയിരുത്തപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇന്ന് നമ്മൾ ഓൾഡ് ഡൽഹി എന്ന് പറയുന്ന. അന്നത്തെ കാലത്ത് ഷാജഹാനാബാദ് ഒരു ഓൾഡ് ഡൽഹി അല്ല, അത് പ്രധാനപ്പെട്ട ദില്ലിയുടെ ഇന്നിപ്പോൾ അന്നത്തെ കാലത്ത് ദില്ലിയെ മറ്റേതെങ്കിലും രാജ്യത്ത് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ഷാജഹാനാബാദിനെ കൂടി മുന്നോട്ട് വെച്ചിട്ടായിരുന്നു, അതിൻ്റെ പ്രൗഢി മുന്നോട്ട് വെച്ചിട്ടായിരുന്നു. അവിടെ ഒരുപാട് മദ്രസകൾ അദ്ദേഹം പണിത്, പള്ളി പണിത്. ഇതിനേക്കാളൊക്കെ കൂടുതലും മോണമെന്റ്സ് ഉണ്ടാക്കാനായിരുന്നു ഷാജഹാന് താല്പര്യം. പക്ഷേ അദ്ദേഹത്തിന് ശേഷം മകൻ ഔറംഗസേബിന് അതിനോടൊന്നും താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 7 നഗരങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ 7 നഗരങ്ങളും ഒരു മുസ്ലിം കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എന്തായാലും നമുക്ക് സംസാരിക്കാതിരിക്കാനും കഴിയില്ല. ആ 7 നഗരങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദില്ലിയെ കുറിച്ച് ഏതൊരാൾ വായിക്കുന്നുവോ ഈ 7 നഗരങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ അതിൽ തന്നെ നമ്മൾ ആ നഗരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ നഗരത്തിൻ്റെ ആസൂത്രണങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ച കാര്യങ്ങൾ. ഇപ്പോൾ ദില്ലി ഒരുപാട് മെട്രോ ഒക്കെ വന്നപ്പോൾ, ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ ധാരാളം പിന്നെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. ഈ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരം നേരത്തെ നമ്മൾ പറഞ്ഞ മോണമെന്റ്സ് ഒക്കെ തകർക്കപ്പെടും.